ഹായ് ഫ്രണ്ട്സ്, സദ്യ സാമ്പാർ അതിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 50 പേർക്ക് ഉള്ള സാമ്പാറാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ പരിപ്പ്, ചേന, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചേനയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലുള്ളത് കൊണ്ട് അത് ആദ്യം ഇട്ടു. പരിപ്പിൻ്റെ കൂടെ തന്നെ അങ്ങിട്ടു, അപ്പോൾ ഒന്നിച്ച് വെന്തോളും. എല്ലാവിധ കഷ്ണങ്ങളും ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുരിങ്ങയ്ക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, വലിയ ഉള്ളി, വെളുത്തുള്ളി അതെല്ലാം പൊളിച്ച് റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെണ്ടയ്ക്ക കഴുകി സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമ്മൾ 50 പേർക്കാണെങ്കിലും ഒരു 75-80 പേർക്കോളം കൊടുക്കാം. ഈ ഒരു കലത്തിന് ഒരു 3/4 കലം സാമ്പാറേ വെക്കുന്നുള്ളൂ. എങ്കിൽ തന്നെ സുഖമായിട്ട് 80 പേർക്ക് ഉള്ള സാമ്പാർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ പരിപ്പാണ് സാമ്പാറിന് വേണ്ടി വേകാനായിട്ട് നമ്മൾ കലത്തിലിട്ട് വെച്ചിരിക്കുന്ന പരിപ്പും ചേനയും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ച സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പച്ചമുളക് നടുവേ പിളർത്തിയത്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സ്പൂണിനാണ് 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എങ്കിൽ കഷ്ണത്തേലൊക്കെ ഉപ്പ് പിടിച്ചാൽ നമുക്ക് സാമ്പാറിനൊരു ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ശകലവും ഇട്ട് കൊടുക്കുക. നമ്മുടെ മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക ഒക്കെ പിന്നീട് കഷ്ണങ്ങളൊക്കെ ഏറെക്കുറെ വെന്ത് ഒരു 3/4 വേവായി കഴിയുമ്പോൾ നമ്മൾ വഴറ്റി വേണം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക വഴറ്റി മാറ്റി വെക്കാം. ഒരു കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അടുത്ത മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ മുരിങ്ങയ്ക്കായും വഴറ്റി മാറ്റി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 കറിവേപ്പിലയും കൂടെ ആ വഴറ്റി വെളിച്ചെണ്ണയ്ക്കകത്തേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ അതേ ഇതിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടെ ചേർത്ത് നമ്മൾ സാമ്പാർ കടുക് വറുത്ത് ഒഴിക്കണം. ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇപ്പോൾ ഏറെക്കുറെ വെന്ത് റെഡിയായിട്ടുണ്ട്. സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറിന് വറവിടാനും വേണ്ടി മല്ലിയില, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പില എല്ലാം നമ്മൾ എന്ത് ചെയ്തു, മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ സൂപ്പർ സാമ്പാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.